ഇന്ന് അയ്യപ്പ സംഗമം നടത്തുകയാണ് പിണറായി സർക്കാർ. 10 മണിക്കാണ് ഉദ്ഘാടനം എന്നാണ് കേൾക്കുന്നത്. ഞാൻ അതിന്റെ പോസ്റ്റർ കണ്ടു. ഈ അയ്യപ്പ സംഗമത്തിന്റെ പോസ്റ്ററിൽ അയ്യപ്പനില്ല. അയ്യപ്പനില്ലാതെ ഒരു പോസ്റ്റർ അടിച്ച് ഇവരെ എന്ത് അയ്യപ്പ സംഗമമാണ് നടത്താൻ പോകുന്നത്? ആഗോള അയ്യപ്പ സംഗമം, അതായത് ആഗോള അയ്യപ്പ സംഗമം എന്നാണ് പറയുന്നത്. ലോകത്തെല്ലായിടത്തുമുള്ള അയ്യപ്പന്മാരുടെ സംഗമം. അതിൽ പക്ഷേ NRI അയ്യപ്പന്മാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ആഗോളം എന്നിട്ടത്. ഇന്റർനാഷണൽ നമ്മൾ പൊതുവെ പറയുമ്പോഴേ ആഗോളം, ഗ്ലോബൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിൽ വരുന്നത് വിദേശ രാജ്യങ്ങളെല്ലാം. പക്ഷെ അതിനകത്ത് വിദേശ അയ്യപ്പന്മാർ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ വിദേശം എന്ന് ഉദ്ദേശിക്കുന്ന NRI അയ്യപ്പന്മാർ, പ്രവാസി അയ്യപ്പന്മാർ, ഇവരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളത്. അങ്ങനെ അവർ നടത്തുന്ന ഒരു പരിപാടിയാണ് ആഗോള അയ്യപ്പ സംഗമം. അപ്പോൾ അതിൽ അയ്യപ്പന് പോലും സ്ഥാനമില്ല എന്നുള്ളത് ഇന്നലെ പോസ്റ്റർ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഒരു മൊത്തം ചുവപ്പ് മയമുള്ളൊരു പോസ്റ്റർ. അതിൽ കൊടിമരം, അമ്പലത്തിൻ്റെ കൊടിമരം കാണാൻ കഴിയുന്നുണ്ട്, ക്ഷേത്രത്തിൻ്റെ. അതിനപ്പുറത്തേക്ക് മന്ത്രി VN വാസവനും പിണറായി വിജയനുമാണ് ആ പോസ്റ്ററിൽ നിറഞ്ഞു നിൽക്കുന്നത്. നല്ല എന്താ പറയുക, നല്ല അയ്യപ്പനായിട്ട് സ്വയം അവരോധിക്കപ്പെടുകയാണ്. സാധ്യത ഇല്ലാതില്ല. കാര്യം എന്താണ്, ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി? കാരണഭൂതൻ എന്ന് സ്വയം അവകാശപ്പെട്ട്, എന്താണ് കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവമാണ്. കാരണഭൂതൻ എന്ന് സ്വയം അവകാശപ്പെട്ട് ഇതാണ് സ്വയം അവരോധിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ മുഖ്യമന്ത്രി. തിരുവാതിര നടത്തുക, സ്വയം, അതായത് സ്തുതിഗീതങ്ങളൊക്കെ ദൈവങ്ങൾക്ക് പോലും മറ്റാൾക്കാരാണ് സ്തുതിഗീതങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇവിടെ സ്വന്തമായിട്ട് തന്നെ സ്തുതിഗീതങ്ങൾ എഴുതി വിടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സർക്കാർ, ഈ ദേവസ്വം ബോർഡ്, അല്ലെങ്കിൽ പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇന്നലെ രാവിലെ തൊട്ടുള്ള ഒരു ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പോസ്റ്റർ വന്നത്. അതായത് ഇവരുടെ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് ഇപ്പോൾ കുറച്ച് ആദിയിലാണ്. സംഗതി പരാജയപ്പെട്ടു പോകുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. ഇപ്പം സർക്കാരിനാണെങ്കിൽ എന്താണ് ഒരു ആശങ്കയുമുണ്ട്. അതായത് അതുകൊണ്ടാണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഈ പ്ലാൻ B എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഇനിയിപ്പോൾ അയ്യപ്പന്മാർ വന്നില്ലെങ്കിൽ ഇതൊരു പാർട്ടി സംഗമമെങ്കിലും ആക്കി മാറ്റണം എന്നുള്ളത്. ആരും വന്നില്ലെങ്കിലേ അല്ല, ഞാൻ എൻ്റെ ഒരു സഖാവായിട്ടുള്ളൊരു സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ നിരീശ്വരവാദികളിൽ, ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്നെക്കാൾ പ്രായത്തിൽ കൂടുതലുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സഖാക്കന്മാരല്ലേ, അപ്പം നിങ്ങൾ നിരീശ്വരവാദികളാണല്ലോ, അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ശബരിമലയിൽ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം അന്ന് BJP ഒരു പവറൊന്നും ആയിട്ടില്ല, ഇന്ത്യയിൽ ഒരു പവറൊന്നും അല്ല. അന്ന് ഇവർ പറയുന്നത് ഇതേ റീസണാണ്. അതായത് അന്ന് പറയുന്നത്, നമ്മൾ പോയില്ലെങ്കിൽ അവർ പോവും. അവരാരാണ്? BJPക്കാർ. അവരത് ക്ലെയിം ചെയ്യും. പാവപ്പെട്ട ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ അവരവർ ക്ലെയിം ചെയ്യും. അത് തടയാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നതെന്ന് പറയുന്നത്. അപ്പം അതായത് അത് ഒരു അഡ്മിറ്റ് ചെയ്യാൻ പോലും, ഇതാണൊക്കെ ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പ്. ഇല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷെ ഞാൻ അയ്യപ്പനിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അതിനെല്ലാം താത്വികമായിട്ടുള്ള മറുപടികളാണ് ഇതൊക്കെ. അവരെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ക്ലാസുകൾ കിട്ടുന്നത് എന്താണ് എന്നുള്ളത് അതാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞാൽ പോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എൻ്റെ ആ സുഹൃത്ത് പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ശബരിമലയെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാരണം ശബരിമലയെ കേന്ദ്രീകരിച്ചിട്ട് ഒരു ഹിന്ദുത്വ ഏകീകരണം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പിണറായി സർക്കാരിനുണ്ട്. അങ്ങനെ അതിലൂടെ BJP എന്താണ് അവിടെ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, BJPക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രയാസമുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ചിതറിക്കിടക്കുന്ന ഒരു മതമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. ഏകോപിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. അത് അവർ വടക്കേ ഇന്ത്യയിൽ നടപ്പാക്കിയെന്ന് പറയുമ്പോഴും അത് പൂർണ്ണ തോതിൽ നടപ്പാക്കിയിട്ടില്ല, അത് വ്യക്തമാണ്. അത് ദക്ഷിണ ഭാരതത്തിലോട്ട് വരുമ്പോൾ അത് അതിനും പ്രയാസമാണ്. അപ്പോൾ അത് കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഹിന്ദു സമൂഹം, NSS ആയിക്കോട്ടെ, ഈ പറയുന്ന SNDP ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ സംഘടനകളും ഒരുമിച്ച് വരുന്നത് ശബരിമല ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെ അത് ഹൈജാക്ക് ചെയ്യപ്പെടണം എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കേരളത്തിൻ്റെ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള മിക്കതും CPM ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. തെയ്യം, നിങ്ങൾക്ക് അവരുടെ പോസ്റ്ററുകളിൽ കാണാൻ പറ്റും. തെയ്യത്തിൻ്റെ ചുവപ്പ് CPMൻ്റെ ചുവപ്പാണെന്ന് പറയുന്ന സഖാക്കന്മാരെ വരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്വാമി വിവേകാനന്ദൻ,
നമുക്ക് CPM-ന്റെ പോസ്റ്ററിൽ കാണാൻ പറ്റും, BJP-യുടെ പോസ്റ്ററിലും കാണാൻ പറ്റും. എന്തിനാ അർജുനനെയും കൃഷ്ണനെയും വെച്ചിട്ടില്ലേ, തല അത് മാത്രം മാറ്റി അത് വെച്ചെന്നല്ലേ പറയുന്ന ഒരു ഉണ്ടായുള്ളൂ. സ്വാമിയുണ്ട്, സന്ദീപാനന്ദഗിരി സ്വാമി. പറയും. അദ്ദേഹം പറഞ്ഞെന്താണ്, കൃഷ്ണൻ അർജുനനെയും അർജുനൻ കൃഷ്ണനെയും വിളിച്ചിരുന്ന സഖാ എന്നാണ്. സഖാവ്, അന്നത്തെ സഖാക്കന്മാരായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ വിളിച്ചവരെ കമ്മ്യൂണിസ്റ്റ് ആക്കിയവർ, അവർ കമ്മ്യൂണിസ്റ്റ് ആക്കും. ഇവർക്ക് താല്പര്യമുള്ളവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ് ആക്കും, അത് ദൈവങ്ങളും പെടും. യേശു ക്രിസ്തുവാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുദ്ദേശിക്കുന്ന ഒരു മാനവിക എന്താണ്, മാനവികൻ അല്ലെങ്കിൽ ആ ഒരു മാനവികതയുടെ മുഖമൊന്നും കിട്ടുന്നില്ല, അങ്ങനെ പക്ഷെ അല്ല, അവർ ഉദ്ദേശിക്കുന്ന അതാണ്. മാനവികതയുടെ മുഖം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യോജിക്കുന്നു. പക്ഷെ ഇവർ ആ അർത്ഥത്തിലല്ല പറയുന്നത്. അല്ല, അവര് ചെയ്തു വരുമ്പോഴും മാറിപ്പോകുന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് ഇതാണ്, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഇവരുടെ മനസ്സിലുള്ള കുത്തിത്തിരിപ്പാണെന്നുള്ളത് പുറത്തു വരുന്നുണ്ട്. അതാണ് പുറത്തു വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈശ്വരന് മുകളിലാണ് താനെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ മനോനിലയുള്ളവരുണ്ട്. അല്ല, സാധാരണ മനോനിലയുള്ളവർ അങ്ങനെ വിശ്വസിക്കുമോ? ഈശ്വരന്റെ മുകളിലാണ് താനെന്ന് വിശ്വസിക്കുമോ? സാധാരണ അങ്ങനെ വിശ്വസിക്കുമോ? ഇല്ല. സാധാരണ ഞാൻ ഈശ്വരന് മുകളിലാണെന്ന് വിശ്വസിക്കണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കാം, പക്ഷെ ഈശ്വരന് മുകളിലാണ്, സ്വയം ഈശ്വരനാണെന്നൊക്കെ തോന്നുന്നത് എന്തെങ്കിലും മനോനില പ്രശ്നമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ആൾക്കാർ നടത്തുന്ന ഒരു പരിപാടിയാണത്. അവർ പ്രകൃതിക്കും സർവ്വചരാചരങ്ങൾക്കും മുകളിലാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കേമനാണെന്നൊക്കെ വിശ്വസിക്കുന്ന ചില ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലൊരു പോസ്റ്റർ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ശബരിമലയിൽ നടക്കുന്ന ഒരു പാർട്ടി സംഗമമല്ലല്ലോ ഇത്. അതിൻ്റെ പേര് തന്നെ അയ്യപ്പ സംഗമം എന്നാണ്. അതിൽ അയ്യപ്പൻ്റെ ഫോട്ടോ ഇല്ല. അപ്പോൾ ഇവർക്ക് അത് അത്രയും അറപ്പുള്ളവരെന്തിനാണ്, അയ്യപ്പൻ്റെ ഫോട്ടോ വയ്ക്കാൻ അറപ്പുള്ളവരെന്തിനാണ് ഈ പരിപാടി നടത്തുന്നത്? അതാണ് ആദ്യം ചെയ്യേണ്ടത്, അത് ചോദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ചില ആൾക്കാർ നമ്മുടെ ഈ എന്താണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ പറയുന്ന ആൾക്കാരെ മാത്രമല്ല, ഈ ചിത്രത്തിലുള്ളത് മന്ത്രി VN വാസവനും പിണറായി വിജയനുമാണ്. അവരെ മാത്രമല്ല പറയുന്നത്, ഈ പാർട്ടിയിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട്, ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറിനോടാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഈ ഒരു കമ്മ്യൂണിസം എന്നുള്ള തലയ്ക്ക് പിടിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഉള്ള ഒരു ഇതാണ്, ഈ ഒരു തോട്ട് പ്രോസസ്സാണ്. അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് ഇങ്ങനെയാണ് പോകുന്നത്. അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും പാരമന്യത്തിലുള്ള ഒരു രൂപമാണ് നമ്മളിപ്പോൾ കാണുന്ന പിണറായി വിജയനിൽ. അത് കാണുമ്പോൾ, പിണറായി വിജയനിൽ കാണുമ്പോൾ നമുക്ക് ഒരു അരോചകത്വം തോന്നുന്നു എന്നുള്ളതുള്ളൂ. അത് LC മെമ്പർ തൊട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഇരട്ടത്താപ്പും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് അയ്യപ്പനുമായിട്ട് പരിപാടി നടത്തുമ്പോൾ ഇത് ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ അവർക്ക് അങ്ങനെ പല രീതിയിൽ നടത്താമായിരുന്നു. അല്ലെങ്കിൽ എന്താണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രതിനിധി സമ്മേളനം അങ്ങനെ നടത്താം. അല്ലെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭക്തന്മാരുടെ സമ്മേളനം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ഒരിത്, അങ്ങനെ രാഷ്ട്രീയ മാനമുള്ള പല രീതിയിൽ നടത്താമായിരുന്നു. ക്ഷേത്ര ഭക്തന്മാരുടെ ഉപദേശക സമിതി സമ്മേളനം അങ്ങനെ നടത്താം. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള, അതായത് എന്ത് ക്രൈറ്റീരിയയിലാണ് ഇവർ സെലക്ട് ചെയ്യുന്നത്? 4000-ഓളം 3000-4000-ഓളം അയ്യപ്പൻ പണം നൽകുന്നതിന്റെ ക്രൈറ്റീരിയ എന്താണ്? ഓരോ ഫണ്ട് നൽകുന്നതിന്റെ. അതെ, കാറ്റഗറൈസ് ചെയ്ത് പാസ് കൊടുത്തല്ലോ. അതെ, ആ പാസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. അപ്പോൾ അവിടെ തന്നെ ഇവർ അത് എന്താണ് അത് അവിടെ ചെയ്യുന്നു. അത് മാത്രമല്ല, പിന്നീട് ക്ഷണിക്കുന്ന ആൾക്കാർ സ്റ്റാലിനെയൊക്കെയാണ് ക്ഷണിക്കുന്നത്. സ്റ്റാലിൻ എന്നൊക്കെ പറഞ്ഞത് ഈ സനാതന ധർമ്മത്തിൻ്റെ ഒരു ഓപ്പണായിട്ട് സനാതന ധർമ്മത്തിനെ ഇറാഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ. അതിനെ ഇല്ലാതാക്കണം, അതായത് കോവിഡിനെയൊക്കെ ഇല്ലാതാക്കിയില്ലേ അതുപോലെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് വിളിക്കുന്നത്. എന്തായാലും അത് സ്റ്റാലിൻ വരുന്നില്ല, 2 മന്ത്രിമാരെ അറിയിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ക്ഷണിച്ച ആരും വരുന്നില്ല. NSSനെയും ഈ പറയുന്ന ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, SNDP-യൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാലി സുരേഷ് ഗോപിയുടെ അടുത്ത് പോയി ആട്ട് കിട്ടിയത് കളഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇത് മഹാരാഷ്ട്ര സർക്കാരിനെ വിളിച്ചിട്ടുണ്ട്, തമിഴ്നാട് സർക്കാരിനെ വിളിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാർ സ്റ്റാലിൻ ആ ഒരു ബന്ധം കൊണ്ട് 2 മന്ത്രിമാരെ എന്തോ അയക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. കർണാടക സർക്കാരിന് അറിയിച്ചിട്ടുണ്ട്, ആരും വരുന്നില്ല. മഹാരാഷ്ട്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്, ആരും വരുന്നില്ല. ഗോവ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്, ആരും വരുന്നില്ല. ആന്ധ്ര സർക്കാരിനെ തെലങ്കാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്, വരുന്നില്ല. അവസാനം ദില്ലി ഗവർണർ വരുന്നു എന്നൊക്കെ പറഞ്ഞു, അതും വരുന്നില്ല ഇപ്പോൾ. അല്ല, വിജയ്ക്ക് ഒരു കാര്യം മനസ്സിലായില്ല. ഇവര് ക്ഷണിച്ചതൊന്നും വരാൻ വേണ്ടിയിട്ടല്ല. ഇവര് ക്ഷണിച്ചത് ഇത്രയും ആളുകളെയൊക്കെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, അതുപോലെ വലിയൊരു സംഭവമാണ് എന്ന് വരുത്തണം. എന്നിട്ട് ഇവര് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഈ കിട്ടാനുള്ള ഫണ്ട് കിട്ടണം. അതാണ്, അത്രേ ഉള്ളൂ. അത് പക്ഷെ ഇതിൽ ഇവര് വന്നാൽ പുളിക്കുകയില്ല. രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ. എന്തായാലും NSSും SNDP-യും ഒക്കെ ഒന്നും നോക്കാതെ ഇതിൽ വരാം എന്നുള്ളൊരു അറിഞ്ഞൂടാ. ഇനി ലാസ്റ്റ് മൊമെന്റിൽ തേക്കും എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. എന്തായാലും എന്താണ്, അത് മറ്റ് പല ദേവസ്വം ബോർഡുകളിൽ നിന്നും ജീവനക്കാരെ അല്ലെങ്കിൽ അതുപോലത്തെ ശാന്തിമാരെയൊക്കെ
ഈ കൊണ്ടുവന്ന് ഈ കസേര നിറയ്ക്കുമെന്നാണ് തോന്നുന്നത്. പരിപാടി ഫ്ലോപ്പ് ആവുമെന്നുള്ള പേടി തൊട്ട് മുമ്പ് തന്നെ അവർ കൊണ്ടെന്നുള്ളതാണ് സത്യം.